Rama Rama Hare Hare Jaya Radha കഴുകാന്ന് ഇത് താത്തു Madhava വെച്ച് അവിടെ ഇരുന്ന് ഇത് താത്തു Madhava വെച്ചാൽ കഴുകാൻ അവിടെ വെള്ളത്തിന്റെ ഒക്കെ വെച്ചിരുന്നത്. Jaya Radha Gopijana Vallabha Radha Gopijana Vallabha Radhe Jaya Gauranita Jaya Gauranita Gauranita Jaya Gauranita Jaya Jaya Prabhupada 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 Jaya Jaya Prabhupada Jaya Jaya Gurudev 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 Jaya Jaya Gurudev Nitai Gaura Hari Bol Hari Bol Hari Bol Nitai Gaura Hari Bol जय श्री राधा माधव की गौरताय की जय श्री प्रभुपाद की जनता गौर प्रेमानंदी हरि हरि बोल हरे कृष्ण നമുക്കിന്ന് ശ്രീമദ് ഭാഗവതം സ്കന്ധം 1 അധ്യായം 8 9ാമത്തെ ശ്ലോകമാണ്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തിഹം. വന്ദേഹം ശ്രീഗുരും ശ്രീയുതാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥനുതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീ രാധാ കൃഷ്ണ പാദാൻ സഹഗണ ലളിതാ ശ്രീ വിശാഖാന്വദാംശ. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാകാന്ത നമസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ രാം ഹരേ ഹരേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകൈർഭക്തിർഭവതി നൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനധാരിണം. യത്കൃപാതമഹം വന്ദേ ശ്രീചൈതന്യമീശ്വരം. യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ഹരേ കൃഷ്ണ. അധ്യായം 8 സ്കന്ധം 1 അധ്യായം 8 9ാമത്തെ ശ്ലോകം. ഇനി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും ഇന്ന് ചൈതന്യ മഹാപ്രഭുവിന്റെ ആവിർഭാവ ദിനം. എല്ലാവർക്കും ഗൗരപൂർണിമ മഹോത്സവത്തിന്റെ ആശംസകൾ നേരുന്നു. ഹരേ കൃഷ്ണ. ഇതില് ഉത്തരവാച പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ ജ്ഞാന്യത്വദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ ജ്ഞാന്യം തദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ ജ്ഞാന്യം തദഭയം പശ്യേ യത്ര മൃത്യു പരസ്പരം. വാക്കർത്ഥം നോക്കാം. ഉത്തരവാച ഉത്തര വചിച്ചു. പാഹി പാഹി രക്ഷിക്കണമേ രക്ഷിക്കണമേ. മഹായോഗി ദേവദേവ
അർച്ചനീയരിൽ അർച്ചനീയനായവനെ, ജഗത്പതേ അല്ലയോ പ്രപഞ്ചനാഥ, അല്ല അന്യം മറ്റാരുമില്ല, ത്വത് അങ്ങയ്ക്കുപരിയായി അഭയം നിർഭയം പശ്യെ ഞാൻ ദർശിക്കുന്നു. എത്ര എവിടെ മൃത്യു മരണം പരസ്പരം ഈ ദ്വൈത ലോകത്തിൽ. വിവർത്തന ശ്രീപ്രഭുപാദിക്ക് ജയ്. ഉത്തര പറഞ്ഞു, അല്ലയോ ദേവാദിദേവ പ്രപഞ്ചനാഥ, പരമോന്നത യോഗിയായ അങ്ങ് ദയവായി എന്നെ രക്ഷിച്ചാലും ഈ ദ്വൈത ലോകത്തിലെ മൃത്യുവിന്റെ കരാള ഹസ്തത്തിൽ നിന്ന് എന്നെ രക്ഷിക്കുവാൻ കെൽപ്പുള്ളവനായി അങ്ങല്ലാതെ മറ്റാരുമില്ല. ഭാവാർത്ഥ പ്രഭുപാദിക്ക് ജയ്. നിരപേക്ഷ ധാമത്തിന്റെ ഏകത്വത്തിൽ നിന്നും വിരുദ്ധമായ ഈ ഭൗതിക ലോകം ദ്വൈതമാകുന്നു. ദ്വൈത ലോകത്തിൽ ദ്രവ്യവും ആത്മാവുമുണ്ട്. അതേസമയം ആ നിരപേക്ഷ ധാമത്തിൽ ഭൗതിക ഗുണങ്ങളുടെ ഛായാരഹിതമായ സമ്പൂർണ്ണ ആത്മാവ് മാത്രം നിലകൊള്ളുന്നു. ദ്വൈത ലോകത്തിൽ ഓരോരുത്തരും ലോകത്തിന്റെ അധിപനാകാനായി വഞ്ചകമായി പരിശ്രമിക്കുന്നു. അതേസമയം നിരപേക്ഷ ധാമത്തിൽ ഭഗവാൻ പരമപ്രഭുവാകുന്നു. മറ്റുള്ളവരെല്ലാം ഭഗവാന്റെ നിത്യസേവരാകുന്നു. ദ്വൈത ലോകത്തിൽ ഒരാൾ മറ്റെല്ലാവരോടും അസൂയാലുവാകുന്നു. ദ്രവ്യത്തിന്റെ ആത്മാവിന്റെയും ദ്വൈത അസ്തിത്വ നിമിത്തം മൃത്യു അനിവാര്യമാകുന്നു. സമർപ്പിത ആത്മാവിന് നിർഭതയ്ക്കുള്ള ഏക ആശ്രയസ്ഥാനം ഭഗവാനാകുന്നു. ഭഗവത് പാദാരവിന്ദങ്ങൾ അഭയം പ്രാപിക്കാതെ ആർക്കും ഭൗതിക ലോകത്തിൽ മൃത്യുവിന്റെ കരാള ഹസ്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല. ഓം തത്സത്. നമോ ഓം വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജപതാ സ്വാമിനിധ നാമിനി നമ ആചാര്യപദാന്യതായ കൃപപ്രദായ ഗൗരവതായ നഗരഗ്രാമതന്നെ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനി നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ വൈഷ്ണവ ഭക്തന്മാരുടെയും വർത്തമാന ഗുരുക്കന്മാരുടെ എല്ലാവരുടെയും പാദങ്ങളിൽ എന്റെ പ്രണാമം അർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഈ ശ്ലോകം എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. കാര്യം മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമാണ്. സാധാരണ ഇത് ഈ പ്രഗ്നന്റ് ഒക്കെ ആകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ചും നമ്മൾ സാധാരണ ഉപദേശിക്കാനുള്ള ശ്ലോകമാണിത്. ഗർഭിണികളൊക്കെ ആയിരിക്കുന്ന അവർക്ക് ഈ ശ്ലോകം അവരുടെ എന്നും എന്താണ് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യതദഭയം പശ്യേത്ര മൃത്യു പരസ്പരം. കാരണം ഇത് ഉത്തര ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുകയാണ്, തന്റെ ഉദരത്തിലുള്ള ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. സാധാരണ നമ്മളും ഇതുപോലെ സാധാരണപ്പെട്ട ഈ ഗർഭിണികളോട് പറയാറുണ്ട് ഇതുപോലെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്. കാര്യം ആ ഒരു പ്രാർത്ഥന അവർക്ക് വളരെയധികം നല്ല ഒരു കുട്ടിക്ക് ഭഗവാന്റെ പൂർണ്ണ സംരക്ഷണത്തോടു കൂടി ആ കുട്ടിക്ക് ജനിക്കാൻ കഴിയും. അത് മാത്രമല്ല ഭാഗവത്തിന്റെ ഈ ശ്ലോകം വളരെ പ്രധാനപ്പെട്ട ഈ ശ്ലോകം ആ ഭ്രൂണ അവസ്ഥയിലിരിക്കുന്ന ആ കുട്ടിയും ശ്രവിക്കിയാൽ അതിനും വളരെയധികം ഭക്തി ഉണ്ടാകുകയും ചെയ്യും. അതിനാൽ ഈ ശ്ലോകം വളരെയധികം പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്. ഇതിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കുകയാണെങ്കിൽ പാണ്ഡവരും മറ്റുള്ളവരെല്ലാരും കൂടി അവരുടെ ഈ കുരുക്ഷേത്ര യുദ്ധാനന്തരം ധാരാളം അവരുടെ ബന്ധുമിത്രാദികളെല്ലാവരും മരണപ്പെട്ടു. അപ്പോൾ പാണ്ഡവരും അതുപോലെ തന്നെ കൗരവരും അവര് ഗംഗയിൽ ചെന്നിട്ട് തന്റെ മരിച്ചു പോയിട്ടുള്ള ബന്ധുമിത്രാദികൾക്കും മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് ഭഗവാന്റെ സാന്നിധ്യത്തിൽ തന്നെ വെച്ചിട്ട് പിതൃതർപ്പണാദി കാര്യങ്ങളെല്ലാം ചെയ്തു. എല്ലാവരും വളരെയധികം ദുഃഖാകുലരായിരുന്നു. അപ്പോൾ ഭഗവാൻ അവരെല്ലാവരെയും ആശ്വസിപ്പിച്ചു. വ്യാസദേവനും ഉണ്ടായിരുന്നു, എല്ലാവരെയും ആശ്വസിപ്പിച്ചു. അതിനുശേഷം തിരിച്ചു വന്നിട്ട് എല്ലാവരും അവരവരുടെ കർത്തവ്യങ്ങൾ ഏർപ്പെട്ടു. ധർമ്മപുത്രർ രാജ്യം ഭരിച്ചു. അതിനുശേഷം ഭഗവാൻ എന്ത് ചെയ്തു? തിരിച്ച് ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്.
ദ്വാരകയിലേക്ക് പോകാൻ ഒരുങ്ങി ഭഗവാൻ രഥത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന സമയത്ത് ഉത്തര ഓടിക്കൊണ്ട് വരികയാണ് ഭഗവാന്റെ അരികിലേക്ക്. എന്തായിരിക്കും ഉത്തര ഓടിക്കൊണ്ട് വരാനുള്ള കാരണം? പ്രധാനപ്പെട്ട കാരണം അല്ലേ, അവരുടെ ഉദരത്തിൽ ഒരു വലിയൊരു അസ്വസ്ഥത, അതായത് ഒരു അഗ്നി വളരെയധികം ജ്വലിക്കുന്നതായിട്ട് അവർക്കൊരു വളരെയധികം ചൂട് അനുഭവപ്പെടുന്നതായിട്ട് അവർക്ക് തോന്നി തുടങ്ങി. എന്തായാലും തന്റെ ഉദരത്തിൽ ഒരു കുട്ടി വളരുകയാണ്. ആ കുട്ടിയാണ് ഈ പാണ്ഡവരുടെ ഇനി രക്ഷ, അത് ആ വംശത്തിനെ നിലനിർത്താൻ പോകുന്ന കുട്ടിയാണ്, അവസാനത്തെ ശിശുവാണ് പാണ്ഡവരുടെ. അപ്പൊ അതിനെ സംരക്ഷിക്കണം. പക്ഷെ തനിക്ക് വന്നിട്ടുള്ള ആ ഒരു ആ ഒരു അസഹിഷ്ണുതമായ ഒരു ചൂട്, ആ ചൂട് അനുഭവപ്പെട്ടപ്പോഴത്തേക്ക് മനസ്സിലായി എന്തോ തനിക്ക് ഒരു ആപത്ത് വന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഭഗവാന്റെ അരികിലേക്ക് ഓടുകയാണ്. അപ്പോൾ എന്തായിരുന്നു ആപത്ത്? അശ്വത്ഥാമാവ് തന്റെ ബ്രഹ്മാസ്ത്ര ഈ പാണ്ഡവരെ മുഴുവൻ ഉന്മൂലനം ചെയ്യണം, ഇനി അവർക്ക് അവരുടെ ഒരു പിൻഗാമി ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു ലക്ഷ്യത്തോടുകൂടി അവസാനത്തെ പാണ്ഡവരുടെ കണ്ണിയായിട്ടുള്ള ഈ ഉത്തരയുടെ ഗർഭത്തിൽ വളരുന്ന ആ ശിശുവിനെ ലക്ഷ്യമാക്കി ബ്രഹ്മാസ്ത്രം എഴുതി. ആ ബ്രഹ്മാസ്ത്രത്തിന്റെ തേജസ്സാണ് ഇവിടെ ഉത്തരയ്ക്ക് ആ ഒരു വെപ്രാളം അല്ലെങ്കിൽ ആ ചൂട് അനുഭവപ്പെടാൻ തുടങ്ങി. അപ്പൊ അത് മനസ്സിലാക്കിയ ഉത്തര ഉടനെ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുകയാണ്. അപ്പോഴ് ഇവിടെ വളരെയധികം ഒരു പ്രധാനപ്പെട്ട 2-3 വാക്കുകളുണ്ട്. ത്വദഭയം പക്ഷേ എത്ര മൃത്യു പരസ്പരം. അതായത് എന്തുകൊണ്ട് ഉത്തര തൻ പാണ്ഡവരെ ശരണം പ്രാപിച്ചില്ല? കാര്യം പാണ്ഡവരില് വളരെയധികം ശക്തനാണ് ഭീമൻ, അതുപോലെ തന്നെ അർജുനൻ, ഇവരെല്ലാവരും ഉണ്ട്. നകുല സഹദേവന്മാര്, ധർമ്മപുത്രർ, ഇവരെല്ലാവരും ഉണ്ട്. എന്തുകൊണ്ട് അവരെ ശരണം പ്രാപിച്ചു? എല്ലാവരും മൃത്യുവിന്റെ കരാള ഗ്രസത്തിലാണ്. എല്ലാവർക്കും മൃത്യു എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആരും മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടാൻ ആരും ഇവിടെ രക്ഷപ്പെടില്ല. അതാണ് എല്ലാവരും ഇവിടെ മൃത്യുവാണ്. അപ്പോൾ മൃത്യുവിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഇവർക്ക് മരണത്തിൽ നിന്ന് ആരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്ന ഭഗവാന് മാത്രമേ കഴിയുള്ളൂ. എത്ര വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയുന്നത് ഭഗവാന് മാത്രമേ പറ്റുകയുള്ളൂ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ശകലം കൂടെ അടുപ്പിച്ചിട്ട് വെക്കാവോ പ്രഭു? സൗണ്ട് കുറച്ചുകൂടെ കേൾക്കുന്നുണ്ട്, എന്നാലും പതിവ് സൗണ്ട് കിട്ടുന്നില്ല. താങ്ക് യു പ്രഭു. നന്നായിട്ട് കേൾക്കാം പ്രഭു. ഓക്കെ, ഹരേ കൃഷ്ണ. വോളിയം നോക്കട്ടെ. ഹരേ കൃഷ്ണ. ഇവിടെ ചില പ്രഭുപാദത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്, ദ്വൈതലോകം. ഇവിടെ പരസ്പരം എന്ന് പറയുന്നത് ദ്വൈതലോകം. ഈ ദ്വൈതലോകം, ഇപ്പൊ ഈ ലോകത്തിനൊരു പേരുണ്ട് ദ്വൈതലോകം. ഇവിടെ ദ്വൈതങ്ങളാണ്, ദ്രവ്യവും ആത്മാവും, സുഖം ദുഃഖം, ഇങ്ങനെയുണ്ട് ദ്രവ്യവും ആത്മാവും. കാര്യം നമ്മുടെ ശരീരം എന്ന് പറയുന്ന ദ്രവ്യമാണ്, ആ ദ്രവ്യത്തിനകത്താണ് ആത്മാവ് ഇരിക്കുന്നത്. ഒരു ശരീരം പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ്, ആ ശരീരത്തിനകത്ത് ആത്മാവ് ഇരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ദ്രവ്യം, രണ്ടാമതൊന്ന് ആത്മാവ് എന്ന് പറയുന്നു. ഈ ദ്രവ്യം എന്താണ്? പഞ്ചഭൂതങ്ങളാൽ ചേർന്നിട്ടുള്ളതാണ് ദ്രവ്യം. അതായത് ദ്രവ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം. ഈ ശരീരത്തിന് ജനനമുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? മരണവുമുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഉത്തര ഭഗവാന് ശരണം പ്രാപിക്കാനുള്ള കാര്യം? തന്റെ ബന്ധുക്കൾക്കാർക്കും രക്ഷപ്പെടുത്താൻ കഴിയും. അവരെല്ലാം ഈ പറയുന്ന പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരത്തിനകത്ത് ഇരിക്കുന്നതാണ്. അതിനാൽ തന്നെ ഈ ശരീരത്തിൽ ഇരിക്കുന്നവർക്ക് ജനനവും മരണവും സുനിശ്ചിതമാണ്, അവർക്ക് സംഭവിക്കും. കാര്യം ഈ പഞ്ചഭൂതങ്ങൾ അതാത് വെവ്വേറെ ആയിട്ട് ഇരുന്നു കഴിഞ്ഞാൽ അതിനൊരിക്കലും നാശമുണ്ടാകില്ല. ഇപ്പോൾ വായുവിൻ്റെതായിട്ട് രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ, ജലം ജലത്തിൻ്റെതായ രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ, ഭൂമിയുടെ രീതിയിൽ ഇരുന്നു കഴിഞ്ഞാൽ അതിനെന്താണ്? വലിയ നാശം സംഭവിക്കാറില്ല. എന്നാൽ ഇവർ മിക്സ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നാശം സംഭവിക്കും. ഒരു എക്സാമ്പിൾ, വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. ആ ചപ്പാത്തി ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെള്ളം ആവശ്യമാണ്, ഗോതമ്പ് മാവ് ആവശ്യമാണ്, അതുപോലെ തന്നെ ഉപ്പ് ആവശ്യമാണ്, അല്ലെ? അപ്പോൾ
വെള്ളം വെള്ളമായിട്ടിരിക്കുക, ഗോതമ്പ് മാവായിട്ടിരിക്കുക, ഉപ്പ് ഉപ്പായിട്ടിരിക്കുക. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവം? അത് അതുപോലെ കുറെ നാളിരിക്കും. എന്നാൽ ഇത് മൂന്നിനെയും കൂടെ കുഴച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് എത്ര നാളിരിക്കും? ചപ്പാത്തി ചുട്ട് കഴിഞ്ഞാൽ എത്ര നാളിരിക്കും? വലിയ നാളിരിക്കില്ല, 1-2 ദിവസം ഇരിക്കും, പിന്നെ ചീത്തായിപ്പോ. അതുപോലെയാണ് ഈ പഞ്ചഭൂതാത്മകളായിട്ടുള്ള ഈ ശരീരം, അതായത് ദ്രവ്യമായിട്ടുള്ള ഈ ശരീരം, പല മിക്സ്ഡ്, പല ഈ ഭൂതങ്ങൾ ചേർന്നിട്ടുണ്ടായിട്ടുള്ള ഈ ശരീരം, അതെന്താണ്? നാശമാണ്. അതാണ് ഈ ലോകത്തിന് ദ്വൈത ലോകം എന്ന് പറയുന്നത്. ഇപ്പോഴ് ആത്മാവ് ദ്രവ്യവും ആത്മീയ ചൈതന്യവും അതുപോലെ തന്നെ ദ്രവ്യം എന്ന് പറയുന്നത് പഞ്ചഭൂതം. ഇത് രണ്ടും കൂടെ ചേർന്നിരിക്കുന്ന ഈ ശരീരം എപ്പോഴും എന്താണ്? ഈ ശരീരം എപ്പോഴും നാശത്തിന് വിധേയമാണ്. അതുകൊണ്ടാണ് ഉത്തര ഇവിടെ ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാറ്. കാര്യം ഇവിടെ എല്ലാവരും ഈ രണ്ട് കാര്യങ്ങളിൽ മിശ്രാണ്. എന്നാൽ ആധ്യാത്മിക ലോകത്തിൽ ദ്വൈതമില്ല, അവിടെ രണ്ടില്ല. അതായത് ഭഗവാൻ പരമാധികാരിയായിരിക്കുന്ന ആധ്യാത്മിക ലോകത്തിൽ എല്ലാ ജീവസത്തകളും അവിടെ എന്താണ്? ആത്മീയ ശരീരത്തോടു കൂടിയുള്ളതാണ്. അവിടെ ദ്രവ്യം എന്ന് പറയുന്നതേ ഇല്ല, എല്ലാ ആത്മീയ ചേതസ്സോടു കൂടിയതാണ് സകലതും. അവിടെയുള്ള മണ്ണാകട്ടെ, ചെടികളാകട്ടെ, വായു ആകട്ടെ, എല്ലാത്തിനും എന്താണ്? ആത്മീയ ചേതസ്സാണുള്ളതാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ള ആത്മീയ ലോകത്തിൽ അവിടെ ഈ ഭൗതികത്തിന്റെ ഒരു കണിക പോലും ഇല്ല. ആ ഭഗവാന്റെ ലോകത്തിൽ അവിടെയുള്ള എല്ലാ ജീവസത്തകളും ആത്മീയ ശരീരത്തോടു കൂടി ഉള്ളതാണ്. അവിടെ ഭൗതികത്തിന്റെ ഒരു കണികയില്ല. അതായത് അവിടെ ജനനമില്ല, മരണമില്ല, വാർദ്ധക്യമില്ല, രോഗമില്ല, ദുരിതമില്ല, ഒന്നുമില്ല. എപ്പോഴും ആനന്ദഭയമാണ് ആ ലോകം. അപ്പോൾ ആ ലോകത്തിലേക്ക് ജീവാത്മാക്കൾ എത്തിപ്പെടണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്വരൂപമായിട്ടുള്ള അവസ്ഥയിൽ എത്തിച്ചേർന്ന് ആനന്ദിക്കാൻ പറ്റുള്ളൂ. അതാണ് ആധ്യാത്മിക ലോകത്തിന്റെ വിശേഷം. പക്ഷെ എന്നാൽ ഭൗതിക ലോകം അങ്ങനെയല്ല. ഭൗതിക ലോകം ഈ ജനനം, മരണം എല്ലാത്തിനും കാരണമായിട്ടുള്ളതാണ് ഭൗതിക ലോകം എന്ന് പറയുന്നത്. അതിലൂടെ ദുഃഖവും ദുരിതവും ഭാഗവത്തിലെ 2ാമത്തെ ക്യാൻഡിൽ തന്നെ പറയുന്നുണ്ട്. ദേഹാപത്യകളസ്രാദിഷു ആത്മസൈനേഷു അസത്സ്വഭീം തേഷാം പ്രമത്ത നിധനം പശ്യനഭീന പശ്യതീം. ദേഹ പത്യ കളത്രാദിഷു, ദേഹം നമ്മൾ വിചാരിക്കും ഈ ശരീരം നമ്മളെ ആഹാരം കൊടുത്ത് പുഷ്ടിപ്പെടുത്തുന്ന ഈ ശരീരം നമ്മളെ രക്ഷിക്കുമെന്ന്. ഒരിക്കലും നമ്മളെ ശരീരം രക്ഷിക്കില്ല. ഒരു പ്രത്യേക സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ജീർണിച്ചു പോകും. പലതരത്തിലുള്ള അസുഖങ്ങൾ വരും, പലതരത്തിലുള്ള നമ്മുടെ ഇന്റേണൽ സിസ്റ്റങ്ങളെല്ലാം തകരാറിലാവും, വളരെയധികം ദുഃഖം ദുരിതങ്ങളായി തീരും. എത്ര തന്നെ ശക്തിമാനായിരുന്നാലും കുറച്ചു നാൾ കഴിയുമ്പോഴത്തേക്ക് ഈ ഇന്റേണൽ സിസ്റ്റങ്ങളെല്ലാം, നമ്മുടെ ആന്തരിക സിസ്റ്റങ്ങളെല്ലാം ഡൗൺ ആയി അതിന് പിന്നെ പ്രവർത്തനം ഇല്ലാതാകുമ്പോഴത്തേക്ക് നമ്മൾ വളരെയധികം യാതനയും വേദനയും അനുഭവിക്കും. അപ്പോൾ ആ ദേഹം നമ്മളെ രക്ഷിക്കാൻ പറ്റില്ല. അതാണ് ദേഹം. അപത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുത്രന്മാരോ പുത്രികളോ നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അവർക്കും അത് സാധ്യമാകില്ല. പിന്നെ കളത്രം, ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് നമ്മളെ രക്ഷിക്കുമെന്ന് വിചാരിക്കും. പക്ഷെ അവർക്കും സാധ്യമല്ല. കാര്യം അവരെല്ലാം നമ്മൾ വിചാരിക്കുന്ന ഭടന്മാരായിട്ടാണ് കരുതുന്നത്. അവരെല്ലാം നമ്മളെ രക്ഷിക്കും എന്ന് ആണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അവരെല്ലാവരും കാലത്തിന്റെ ആ ഗതിയിൽ അവരെല്ലാവരും എന്താണ്? തോറ്റുപോകുന്നവരാണ്. ഇപ്പോഴും തോറ്റുപോകുന്നവരായിട്ടുള്ള ഇത്തരത്തിലുള്ള ആൾക്കാർ നമ്മളെ രക്ഷിക്കുമെന്ന് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ടത് ഇല്ല, കരുതേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യമില്ല, അല്ലേ? ചിലർ പറയുന്നുണ്ട് മാമ്പൂവിനെയും മക്കളെയും എന്താണ് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. ചിലർ മക്കളോട് എന്റെ മക്കൾ എന്നെ രക്ഷിക്കപ്പെടുത്തും, എന്റെ പുത്രൻ അല്ലെങ്കിൽ എന്റെ പുത്രി എന്നെ രക്ഷിക്കും എന്നുള്ള വളരെയധികം ദൃഢവിശ്വാസത്തിലുണ്ട്. പക്ഷെ അവരൊന്നും നമ്മളെ രക്ഷിക്കണമെന്നൊന്നും ഒരു ഗ്യാരണ്ടിയും ഇല്ല. അവർക്ക് രക്ഷിക്കാനും പറ്റില്ല. അതുപോലെയാണ്, അതാണ് പറയുന്നത് ദേഹ പത്യ കളത്രാദിഷു ആത്മസൈനീഷു. അവരെല്ലാവരും എന്താണ്? നമ്മുടെ ഭടന്മാരായിട്ടും നമ്മൾ കരുതും. പക്ഷെ ഇവരാർക്കും നമ്മളെ എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷിക്കാനേ പറ്റില്ല. കാര്യം എല്ലാവരും ഈ പറയുന്ന കണക്കുള്ള മൃത്യുവിന്റെ കരാളഗ്രസ്തത്തിലാണ് അവരെല്ലാം പെട്ടിരിക്കുന്നത്. അതായത് ഒരു ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരാൾക്ക് വേറൊരു ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരാളെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, രക്ഷിക്കാനേ പറ്റില്ല. കാര്യം അയാളും ചെളിക്കുണ്ടിലാണ് കിടക്കുന്നത്. ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരാൾ വേറൊരു ചെളിക്കുണ്ടിൽ കിടക്കുന്ന ഒരാളെ എങ്ങനെ രക്ഷിക്കാൻ പറ്റും? അതുപോലെ നമ്മളെല്ലാവരും ഈ മരണമാകുന്ന കരാളഗ്രസ്തത്തിൽ നമ്മളെല്ലാവരും ഗ്രസിക്കപ്പെട്ടിരിക്കാൻ നമുക്ക് വേറൊരാളെ ഒരിക്കലും രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റുന്ന ഒരേ ഒരാളെന്ന് പറയുന്നത്
ഭഗവാൻ മാത്രമാണ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അഹം സമുദ്ധൂർദ്ധ മൃത്യു സംസാര സാഗരാ ഭവാമി നാചിരാത് പാർത്ഥ മയാവേശിത ചേതസാം. അഹം സംധുർദ്ധ മൃത്യു സംസാര സാഗരാത്, ഞാൻ നിങ്ങളെ ഈ മൃത്യു സംസാര സാഗരത്തിൽ ഞാൻ നിങ്ങളെ രക്ഷപ്പെടുന്നു. അഹം സംധുർദ്ധ മൃത്യു സംസാര സാഗരം ഭവാമി നാചിരാത് പാർത്ഥ. നിങ്ങൾ എന്ത് ചെയ്യണം? മയ്യാവേശിത ചേതസാം, നിങ്ങളുടെ മനസ്സ് എന്നിൽ പൂർണ്ണമായിട്ടും അർപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ എന്ത് ചെയ്യാം? ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താമെന്ന് ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ? നമ്മള് ഭഗവത്ഗീതയിൽ അവസാനത്തെ ശ്ലോകവും പറയുന്നുണ്ട്, സർവധർമാൻ പരിത്യജ മാം ഏകം ശരണം. അതായത് സർവധർമ്മങ്ങളെയും പരിത്യജിച്ചിട്ട് എന്നെ മാത്രം ശരണം പ്രാപിക്കാൻ ഞാൻ നിങ്ങളെ സർവ്വപാപങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്താം, സംശയിക്കേ വേണ്ട എന്ന് ഭഗവാൻ പറയുന്നു. ഇപ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ അങ്ങനെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇതെങ്ങനെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കും? സർവധർമാൻ പരിത്യജ, എങ്ങനെ ഈ ധർമ്മങ്ങളെ മുഴുവനും പരിത്യജിച്ചിട്ട് ഭഗവാനെ ശരണം പ്രാപിക്കാൻ പറ്റും? അത് ആ വാക്യം ഓക്കെ, പക്ഷെ അത് ജീവിതത്തിൽ എങ്ങനെ നമുക്ക് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ പറ്റും? അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുന്നത്. ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം ഈ ബദ്ധ ജീവാത്മാക്കളെ എല്ലാം തിരിച്ച് നിത്യമായിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് കൊണ്ടുപോവുക ആയിരുന്നു ലക്ഷ്യം. അപ്പോൾ ഈ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ വാക്യം, സർവധർമ്മം പരിത്യജ മാമേകം, ഭഗവാനെ മാത്രം ശരണം പ്രാപിച്ച് ിക്കുമ്പോൾ എല്ലാ പാപപ്രതികരണങ്ങളും നമ്മൾ രക്ഷപ്പെടുത്തും. അപ്പോൾ അത് എങ്ങനെ സാധ്യമാക്കും എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുന്നു. പറയുന്നുണ്ട്, സഭാനിസ്താരിതേ പ്രഭു കൃപാവതാര, സഭാനിസ്താരിതേ കരേ ചാതുരി അവതാരം ചാതുരി അപാരം. അത് എല്ലാ ജീവാത്മാക്കളെയും ഉദ്ധരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഈ ലോകത്തിൽ അവതരിച്ചത്. അതിനാൽ മായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ പല ഉപായങ്ങളും ചൈതന്യ മഹാപ്രഭു ആസൂത്രണം ചെയ്തു. അപ്പോൾ എല്ലാ ജീവാത്മാക്കളെയും സഭാ നിസ്താരിതേ പ്രഭു കൃപാവതാരം, ആ ചൈതന്യ മഹാപ്രഭു കൃപാവതാരമാണ്. എല്ലാ പതിതരായിട്ടുള്ള ജീവാത്മാക്കളെയും ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു ഇവിടെ അവതരിച്ചിരിക്കുന്നത്. സഭാ നിസ്താരിതേക്കരെ ചാതുരി അപാര. പക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ട് ആ ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? പലതരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തു, എങ്ങനെ അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട്. അതിലൊരു ലീലയാണ് ഈ നമ്മൾ പറയാറ് മായാവാദി കൃഷ്ണ അപരാധി. ആരോ സംസാരിക്കുന്ന സ്റ്റോപ്പ് ചെയ്താൽ കൊള്ളാമായിരുന്നു. ഹരേ കൃഷ്ണ. മായാവാദി കൃഷ്ണ അപരാധി. ഈ മായാവാദി കൃഷ്ണ അപരാധി, മായാവാദികൾ എന്ന് പറഞ്ഞാൽ വളരെയധികം കൃഷ്ണ അപരാധികളാണ്, ഭഗവാനെ ധിക്കരിക്കുന്നവരാണ്. അതിനാൽ അവരുമായിട്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യും? സംഘം ചേരുന്നതാണ് ഉപദേശം. പക്ഷെ ചൈതന്യ മഹാപ്രഭു വന്നിട്ട് എന്ത് ചെയ്തു? എല്ലാ മായാവാദികളും, ആ സമയത്തുണ്ടായിരുന്ന എല്ലാ മായാവാദികളെയും അദ്ദേഹം കൃഷ്ണഭക്തരാക്കി മാറ്റി. കാര്യം നമ്മളോട് പറയുന്നു മായാ അപരാധി കൃഷ്ണ അപരാധി, മായാവാദി കൃഷ്ണ അപരാധി എന്നാണ് പറയുന്നത്. കൃഷ്ണ അപരാധി കൊണ്ട് അവരുമായിട്ട് ഒരിക്കലും സംഘം ചേരുന്നു. പക്ഷെ മഹാപ്രഭു വന്നിട്ട് ഈ മായാവാദികൾ എല്ലാവരെയും മാറ്റി. കാര്യം ഭഗവാന് എല്ലാവരും, ഭഗവാനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും പുത്രന്മാരാണ്. ആ പുത്രന്മാരെ എല്ലാവരെയും രക്ഷപ്പെടുത്തണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. നമുക്കറിയാം ജഗായി മാതായി എന്ന് പറയുന്നത് വളരെയധികം പാപികളായിട്ടുള്ള ആളുകളായിരുന്നു, പാപപ്രവർത്തനങ്ങൾ മുന്നിട്ടുള്ളവരാണ്. അവരെ ഭഗവാൻ രക്ഷപ്പെടുത്തി. കാമ്യകർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്ന അതിന്റെ വളരെയധികം ഒരു പ്രചാരനായിരുന്നു സാർവഭൗമ ഭട്ടാചാര്യൻ. അദ്ദേഹത്തിനെ അദ്ദേഹം ഉദ്ധരിച്ചു. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാവരെയും ഉദ്ധരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് മഹാപ്രഭു അവതരിച്ചു. ഇപ്പം മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്ന വഴിയിൽ വാരണാസിയിൽ കൂടിയാണ് ഒരിക്കൽ പോയത്. വാരണാസിയാണ് ഈ മായാവാദ ഫിലോസഫേഴ്സ് കൂടുതലും തങ്ങുന്നത് ഈ വാരണാസിയിലാണ്. ഇപ്പോൾ മഹാപ്രഭു വൃന്ദാവനത്തിലേക്ക് പോകുന്ന സമയം ഈ വാരണാസിയിൽ കൂടെ പോകുമ്പോഴത്തേക്ക് മഹാപ്രഭുവിനെ ഈ മായാവാദികൾ വളരെയധികം നിന്ദിച്ചു. അവര് പറയുന്നത് എന്താണ്? ഈ സന്യാസി നോക്കൂ, ഇദ്ദേഹം വേദപഠനം ചെയ്തിട്ടില്ലാത്ത ആളാകുന്നു, അതുകൊണ്ടാണ് അദ്ദേഹം ഈ വികാര ആവിഷ്ടനായിട്ട് അദ്ദേഹം നൃത്തവും സങ്കീർത്തനം ചെയ്ത് നടക്കുന്നത്. ഇദ്ദേഹത്തിന് വേണ്ടത്ര വേദ പഠനം ലഭിച്ചിട്ടില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞൊക്കെ ഇങ്ങനെ കളിയാക്കുമായിരുന്നു.
പക്ഷെ ചൈതന്യ മഹാപ്രഭു ഇതെല്ലാം പുഞ്ചിരിയോടുകൂടിയാണ് അദ്ദേഹം ശ്രവിച്ചിരുന്നത്. എന്നിട്ട് അദ്ദേഹം വൃന്ദാവനത്തിലേക്ക് പോയി. മധുരയിൽ ദർശിച്ചതിന് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ച് വാരണാസിയിലേക്ക് വരും. ആദ്യം വാരണാസിയിലൂടെ പോയപ്പോൾ അവരെല്ലാവരും നിന്ദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും നിന്ദിച്ച സമയത്ത് അദ്ദേഹം ഒന്നും എന്താണ് വെറുതെ പുഞ്ചിരിച്ചത് മാത്രമേ ഉള്ളൂ, തിരിച്ചൊന്നും പറയാൻ പോയി. എന്നിട്ട് മധുരയിൽ പോയതിനു ശേഷം വീണ്ടും അദ്ദേഹം ചൈതന്യ മഹാപ്രഭു തിരിച്ചു വന്നിട്ട് ചന്ദ്രശേഖരന്റെ അദ്ദേഹത്തിന്റെ വീട്ടില് താമസിച്ചു. എന്നിട്ട് തപന മിശ്രയുടെ വീട്ടിൽ നിന്നിട്ട് അദ്ദേഹം പ്രസാദം സ്വീകരിച്ചു. അങ്ങനെ ഏകദേശം 2 മാസക്കാലം ഈ ചന്ദ്രശേഖരന്റെ വീട്ടിലുണ്ടായിരുന്നു. ആ സമയത്താണ് സനാതന ഗോസ്വാമി ചൈതന്യ മഹാപ്രഭുവിനെ വന്ന് കാണുന്നതും അവിടെ വെച്ചിട്ടാണ് ഭക്തിയോഗത്തിനെ കുറിച്ചും വൈഷ്ണവർ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും എല്ലാം ചൈതന്യ മഹാപ്രഭു സനാതന ഗോസ്വാമിക്ക് ഉപദേശം കൊടുത്തു. അങ്ങനെ ഒരിക്കൽ ഉപദേശം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തപന മിശ്രയും ചന്ദ്രശേഖരനും വളരെ ദുഃഖിതനായിട്ട് ചൈതന്യ മഹാപ്രഭുവിന്റെ അരികിൽ വരും. എന്നിട്ട് പറയും, മഹാപ്രഭു, ഞങ്ങൾക്ക് ഈ അപരാധം, ഈ മായാവതികൾ പറയുന്ന അപരാധം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങയെപ്പറ്റി പറയുന്ന ആ വാക്കുകൾ ഞങ്ങൾക്ക് സഹിക്കാം, അങ്ങയെപ്പറ്റി പറയുന്ന നിന്ദിക്കുന്ന വാക്കുകൾ ഞങ്ങൾക്ക് സഹിക്കാനേ കഴിയുന്നില്ല. ഇനി ഞങ്ങള് അങ്ങനെ വാക്കുകൾ നിന്ദിക്കുന്ന ആ വാക്കുകൾ കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു. ഇത് അവരിങ്ങനെ അവരുടെ സങ്കടം ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാപ്രഭു പുഞ്ചിരിയോടുകൂടി കേട്ടുകൊണ്ടാണ് ഇരുന്നത്. ആ സമയത്ത് തന്നെ അവരങ്ങനെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു ബ്രാഹ്മണൻ അവിടേക്ക് വരും. ബ്രാഹ്മണൻ വന്നിട്ട് പറയും, അല്ലയോ മഹാപ്രഭു. ബ്രാഹ്മണൻ വന്നിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ നമസ്കരിച്ചിട്ട് പറയും, അല്ലേ മഹാപ്രഭു, എന്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങയെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്റെ ഈ അഭ്യർത്ഥന അങ്ങ് ദയവ് ചെയ്ത് സ്വീകരിച്ചാലും. കാര്യം ഞാൻ കുറെ സന്യാസിമാരെ എന്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സന്യാസി അവിടേക്ക് അങ്ങും വരണം. എനിക്കറിയാം അങ്ങ് മറ്റ് സന്യാസിമാരുടെ കൂടെ കൂടില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ ഈ അപേക്ഷ അങ്ങ് ഒരിക്കലും നിരസിക്കരുത് എന്ന് പറഞ്ഞ് ചൈതന്യ മഹാപ്രഭുവിനെ റിക്വസ്റ്റ് ചെയ്യും. ചൈതന്യ മഹാപ്രഭു വരാമെന്ന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്യും? ആ വാരണാസി സന്യാസിമാരിയിരിക്കുന്ന ഈ ബ്രാഹ്മണന്റെ വീട്ടിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോഴത്തേന് വാരണാസിയിലെ സന്യാസിമാരെല്ലാവരും അവിടെ ഉപവിഷ്ടനായിരിക്കുന്നത് മഹാപ്രഭു കാണും. മഹാപ്രഭു കണ്ട് അവരെ എല്ലാവരും ഉടനെ തന്നെ, അവർ സന്യാസിമാരാണ്, മഹാപ്രഭു ഉടനെ അവരെ എന്ത് ചെയ്യും? നമസ്കരിച്ചതിന് ശേഷം കാല് കഴുകാൻ വേണ്ടി പോകും. എന്നിട്ട് കാല് കഴുകിയിട്ട് ആ കാല് കഴുകുന്നതിന്റെ ആ സ്ഥലത്ത് തന്നെ അതിന് കുറച്ച് മാറി അവിടെ ഉപവിഷ്ടനാകും. അപ്പോൾ ഉപവിഷ്ടനായി ഇരുന്ന അപ്പോൾ മറ്റു മായാവതി സന്യാസിമാരെല്ലാവരും ചൈതന്യ മഹാപ്രഭുവിന്റെ പ്രവൃത്തി എല്ലാവരും നോക്കുകയാണ്. അവിടെ അങ്ങനെ ഉപവിഷ്ടനായിരുന്ന മഹാപ്രഭു തന്റെ യോഗ പ്രഭാവത്താൽ അത്യുജ്വല തേജസ് അദ്ദേഹം പ്രകടിപ്പിച്ചു അവിടെ ഇരുന്നു കൊണ്ട്. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിന്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ആ ഉഗ്ര തേജസ് കണ്ടപ്പോൾ അവിടെ ആ ബ്രാഹ്മണന്റെ വീട്ടിനകത്ത് ഉപവിഷ്ടനായിരുന്ന ഈ മായാവാദി സന്യാസിമാരെല്ലാവരും അറിയാതെ എണീറ്റ് അവരെന്ത് ചെയ്യും? മഹാപ്രഭുവിനെ അവരും എന്ത് ചെയ്യും? നമസ്കരിച്ചു പോയി. ആ തേജസ് കണ്ടിട്ട് അവർക്ക് ഭ്രമിച്ചു പോയി. ഉടനെ തന്നെ അവരുടെ തന്നെ എന്താണ് ആ മായാവതി സന്യാസിമാരിൽ ടോപ്പായിട്ടുള്ള പ്രകാശാനന്ദ സരസ്വതി എണീറ്റ് വന്നിട്ട് മഹാപ്രഭുവിനോട് പറഞ്ഞു, അങ്ങ് ഇവിടെ ഇരിക്കുന്ന എന്തിനാണ്? അങ്ങ് എണീറ്റ് വരൂ എന്ന് പറഞ്ഞു ക്ഷണിച്ചു. അപ്പോൾ മഹാപ്രഭു പറഞ്ഞു, മഹാപ്രഭു, ഞാൻ ഒരു താഴ്ന്ന വിഭാഗത്തിൽപ്പെട്ട ഒരു സന്യാസിയാണ്. അതിനാൽ എനിക്ക് നിങ്ങളോടൊപ്പം ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് പറഞ്ഞു. ഉടനെ പ്രകാശാനന്ദ സരസ്വതി പറഞ്ഞു, ഇല്ല, അങ്ങ് കേശഭാരതിയുടെ ശിഷ്യനാണ്, അതിനാൽ അങ്ങ് ശ്രേഷ്ഠനാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് അതിനാൽ അങ്ങും ശങ്കര സമ്പ്രദായത്തിൽ പെടുന്ന ആളാണ്. പിന്നെ എന്തുകൊണ്ടാണ് അങ്ങ് ഞങ്ങളെ കാണുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു മാറി നടക്കുന്നത്? അങ്ങക്ക് എന്താണ് ഇത്രയധികം വിഷമം ഉണ്ടാകാനുള്ള കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശാനന്ദ സരസ്വതി ചോദിച്ചു. എന്നിട്ട് വീണ്ടും പറഞ്ഞു, ഒരു സന്യാസിയുടെ പ്രധാന കർത്തവ്യം ഈ വികാരാധിഷ്ഠിതമായിട്ട് സങ്കീർത്തനവും നൃത്തവും ചെയ്തുകൊണ്ട് ഇരിക്കുന്നതല്ല.
മറിച്ച് ധ്യാനവും വേദ പഠനവുമാണ് വേദാന്ത പഠനവുമാണ് അവരുടെ ലക്ഷ്യം, പ്രഥമമായിട്ടുള്ള കർത്തവ്യം. അങ്ങ് എന്തുകൊണ്ട് വേദാന്ത പഠനത്തിലും ധ്യാനത്തിലും നിരതനാകുന്നു? അങ്ങ് വികാരാവശ്യനായിട്ട് എപ്പോഴും നൃത്തവും സങ്കീർത്തനം ചെയ്യുന്നത് എന്തുകൊണ്ട്? അത് പാടില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ ആ തേജസ് കാണുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങ് നാരായണനാണെന്ന് തോന്നുന്നു എന്ന് പ്രകാശാനന്ദ സരസ്വതി ചൈതന്യ മഹാപ്രഭുവിനോട് പറയും. മഹാപ്രഭു പറയും, ഞാനൊരു മൂഢനാണ്. എന്റെ ഗുരുനാഥൻ പറഞ്ഞു, നിനക്ക് വേദങ്ങൾ പഠിക്കാനുള്ള ബുദ്ധിശക്തിയൊന്നുമില്ല. അതിനാൽ മാത്രമല്ല നിനക്ക് വലിയ ബുദ്ധിശക്തിയും മൂഢനും ആയത് കാരണം നിനക്ക് വേദതത്വങ്ങൾ ഉൾക്കൊള്ളാനും കഴിയില്ല, അതിനുള്ള യോഗ്യതയില്ല. അതിനാൽ നിരന്തരം കൃഷ്ണന്റെ നാമം ജപിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഭഗവാന്റെ നാമം ജപിച്ചപ്പോൾ പറയുന്നത്, നാമവിനു കലികാലെ നാഹി ആരധർമ്മ സർവമന്ത്രസാര നാമ യേ ശാസ്ത്രധർമ്മ. നാമവിനു കലികാലത്തില് ജപിക്കേണ്ട ധർമ്മവും അല്ലെങ്കിൽ ജപിക്കേണ്ട മന്ത്രം ഭഗവാന്റെ തിരുനാമമാണ്. സർവമന്ത്രസാരേ നാമ യേ ശാസ്ത്രധർമ്മ. എല്ലാ ശാസ്ത്രങ്ങളും പറഞ്ഞു വരുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാമമാണ്. അതിനാൽ നീ വേറെ ഒന്നും നോക്കണ്ട, വേദപഠനത്തിനൊന്നും വേണ്ടിയിട്ട് നീ സമയം കളയേണ്ട ആവശ്യമില്ല, ഈ നാമസങ്കീർത്തനം ചെയ്താൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞത് പ്രകാരം ഞാൻ ഭഗവാന്റെ തിരുനാമം ജപിക്കുമ്പോൾ ഞാൻ വളരെയധികം ആനന്ദം ആകുന്നു, എൻ്റെ കണ്ണിൽ നിന്ന് അശ്രുക്കൾ വരുന്നു, രോമാഞ്ചം ഉണ്ടാകുന്നു, ആ ആനന്ദത്തിൽ ഞാൻ മുഴുകി പോകുന്നു. അതിനാൽ എനിക്ക് മറ്റൊന്നും അറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നാമമഹിമയെ കുറിച്ച് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു. തുടർന്ന് വേദാന്തത്തിനെ കുറിച്ചും, നിങ്ങൾ പറയുന്ന വേദാന്തം, ശങ്കരാചാര്യരുടെ വേദാന്തം ശാരീരിക ഭാഷയാണെന്നും എന്നാൽ യഥാർത്ഥ വേദത്തിന്റെ ഉദ്ദേശം ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവസാനം ഈ പ്രകാശാനന്ദ സരസ്വതി മഹാപ്രഭുവിനോട് പറഞ്ഞു, വേദങ്ങളെ കുറിച്ച് അങ്ങ് പറയൂ എന്ന് പറഞ്ഞിട്ട്, വേദാന്തത്തിനെ കുറിച്ച് അങ്ങ് പറയൂ എന്ന് പറയുമ്പോഴത്തേക്കും മഹാപ്രഭു പറയും, ശങ്കരാചാര്യരുടെ ഭാഷ്യമാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, എന്നാൽ അതല്ല ശരിക്കും വേദത്തിന്റെ ലക്ഷ്യം, ഭഗവാൻ ശ്രീകൃഷ്ണനെ മനസ്സിലാക്കുകയാണെന്ന് പറഞ്ഞിട്ട് അവസാനം ആ ഉപദേശം കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും? എല്ലാ സന്യാസിമാരും അവസാനം വൈഷ്ണവരായി മാറും. ആ പ്രകാശാനന്ദ സരസ്വതി അവിടെ കൂടിയിരിക്കുന്ന മറ്റെല്ലാ സന്യാസിമാരും അവസാനം അത് സ്വീകരിക്കുകയും അവരെല്ലാവരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് അവരെല്ലാവരും വളരെയധികം വൈഷ്ണവ രീതിയിലേക്ക്, ഭഗവാന്റെ ആ മാർഗത്തിലേക്ക് വരികയും ചെയ്യും. ഇപ്പൊ ചൈതന്യ മഹാപ്രഭു അവിടെ ആദ്യം കാണിച്ചത് അദ്ദേഹത്തിന്റെ ആ ഭഗവാൻ തന്നെ ആ എളിമത്വവും വിനയത്വവും. കാര്യം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഈ മായാവാദി സന്യാസിമാരൊക്കെ ഒന്നുമല്ല അല്ലേ. ഭഗവാൻ പരമദിവ്യത്വ പുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനും എന്റെ അവതാരം തന്നെയാണ് ചൈതന്യ മഹാപ്രഭു. പക്ഷെ അവിടെ വന്നിട്ട് വളരെ എളിമയും വിനയത്തോടു കൂടി വലിയ വലിയ പണ്ഡിതന്മാരുടെ മുമ്പിൽ, അതിനെക്കാട്ടും വലിയ പണ്ഡിതനായിട്ട് പോലും എളിമയും വിനയത്തോടു കൂടി ഇരുന്നിട്ട് അവർ നിന്നിട്ട് കാര്യങ്ങൾ അവരുടെ ഇരുന്നു. ആ എളിമത്തെ വിനയം കണ്ടപ്പോൾ അവർ ആകർഷിതമായി. പിന്നെ മഹാപ്രഭു സംസാരിച്ച് അവരെന്ത് ചെയ്തു? മുഴുവനും പരിവർത്തനം ചെയ്യിച്ചു. അതായത് നമ്മൾ പരിണാമ സിദ്ധാന്തം പഠിച്ചിട്ടുണ്ടല്ലേ, ഡാർവിന്റെ പരിണാമ സിദ്ധാന്തം. എന്താണ്? കുരങ്ങന്മാരിൽ നിന്നിട്ടാണ് മനുഷ്യനുണ്ടായത്. അതായത് അമീബ, ഒരു ഏകകോശിയായിട്ടുള്ള അമീബ, പിന്നെ അത് 2 കോശമായിട്ടുള്ള അമീബയായി മാറി, പിന്നെ അങ്ങനെ പരിണാമം സംഭവിച്ചു അവസാനം കുരങ്ങന്മാരിലെത്തി, കുരങ്ങന്മാരിൽ നിന്നും മനുഷ്യരായി എന്നാണ് ആധുനിക ശാസ്ത്രങ്ങൾ പറയുന്നത്. പക്ഷെ അത് തെറ്റാണെന്ന് പറഞ്ഞു. പ്രഭുപാദനോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു, ചാൾസ് ഡാർവിന്റെ അച്ഛൻ ചിലപ്പോൾ കുരങ്ങനായിരിക്കും, പക്ഷെ എന്റെ അച്ഛൻ ഒരിക്കലും കുരങ്ങനല്ല എന്ന് പ്രഭുപാദ പറഞ്ഞു. ഒരിക്കലും ആ പരിണാമ സിദ്ധാന്തം ആധുനിക ശാസ്ത്രജ്ഞന്മാർ പോലും അംഗീകരിക്കുന്നില്ലെങ്കിൽ ഇപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? അത് പഠിപ്പിക്കുന്നു. ശരിക്കും പരിണാമ സിദ്ധാന്തം നടപ്പിലാക്കിയത് ചൈതന്യ മഹാപ്രഭുവാണ്. പക്ഷെ ഈ രീതിയിലുള്ള പരിണാമമല്ല. അതായത് നമ്മുടെ കോൺഷ്യസിലുള്ള നമ്മുടെ അവബോധത്തിലുള്ള പരിണാമമാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞു. നമ്മുടെ അവബോധം ഏത് രീതിയിലായിരിക്കുമോ ആ രീതിയിലാണ് നമുക്ക് കിട്ടുന്ന ശരീരങ്ങളല്ല. നമ്മുടെ അവബോധം മൃഗങ്ങളുടെ വാസനയാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ മൃഗങ്ങളുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കും. പക്ഷി മൃഗാദികളാണെങ്കിൽ അങ്ങനെ. അസൂയയും വളരെയധികം ഉണ്ടെങ്കിൽ മറ്റ് ഏതെങ്കിലും ജീവജാലങ്ങളായിട്ട് മാറും. അഹങ്കാരം, അസൂയ, ചിലർ ശാരീരിക ശക്തിയിൽ, ചിലർ സൗന്ദര്യത്തിൽ വളരെയധികം അഹങ്കരിക്കും. അവരുടെ അവബോധം മുഴുവനും സൗന്ദര്യത്തിലായിരിക്കും.
ഇപ്പോഴവരെന്ത് ചെയ്യും? അടുത്ത ജന്മത്തില് കാര്യം സൗന്ദര്യം, അവരുടെ സൗന്ദര്യം എന്താണ്? പ്രകടനം. മറ്റുള്ളവരെ തന്നിലേക്ക് ആകർഷിക്കണം എന്നുള്ള ആ അവബോധത്തിലായിരിക്കും എപ്പോഴും നടക്കുന്നത്, അല്ലേ? വളരെയധികം ഈ സൗന്ദര്യ വസ്തുക്കളൊക്കെ ഉപയോഗിച്ചും അതുപോലെ തന്നെ ഡ്രസ്സ് ഇട്ടിട്ട് എവിടെ നോക്കിയാൽ ഇവൻ ക്ഷേത്രത്തിൽ പോലും ചില ആളുകൾ എന്താണ്, അവര് എന്താണ് വളരെയധികം അലങ്കരിച്ച് വരുന്നത് മറ്റുള്ളവരെ എങ്ങനെ ആകർഷിക്കാം എന്നുള്ള രീതിയിലാണ്. ആ ഒരു മനോഭാവം. എന്നാൽ ക്ഷേത്രത്തിൽ വരുന്ന വളരെ വൃത്തിയോടുകൂടി തന്നെ വരേണ്ടത്, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. പക്ഷെ നമ്മുടെ അവബോധം എങ്ങനെയാണ്, അതുമനുസരിച്ചായിരിക്കും നമ്മുടെ ശരീരങ്ങൾക്ക് പരിണാമങ്ങൾ സംഭവിക്കുന്നത്. അടുത്ത ജന്മത്തിൽ പരിണാമം സംഭവിക്കും. ചിലര് വളരെയധികം ശക്തിയിലും ആരോഗ്യത്തിൽ വളരെയധികം ഇതായിരിക്കും, അവർക്ക് ആനയെ പോലുള്ള ശരീരം കിട്ടും, അല്ലെങ്കിൽ സിംഹത്തിനെ പോലുള്ള ശരീരം കിട്ടും. ചിലർക്ക് ധാർമ്മികമായ രീതിയിലുള്ളതായിരിക്കും, അങ്ങനെയാണെങ്കിൽ ആ രീതിയിലുള്ള, അതായത് നമ്മുടെ അവബോധം അനുസരിച്ചിരിക്കും 84 ലക്ഷം ജീവജാലങ്ങൾ ആകുന്നത് എല്ലാം. നമ്മുടെ ഈ ചാൾസ് ഡാർവിൻ പറഞ്ഞതിനൊക്കെ പരിണാമമല്ല, നമ്മുടെ ശരിക്കും മഹാപ്രഭു പറഞ്ഞിട്ടുണ്ട് പരിണാമം എങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ 84 ലക്ഷം ജീവജാലങ്ങൾ ആകുന്നത് നമ്മുടെ അവബോധത്തിനനുസരിച്ചിട്ടാണ്. അവബോധത്തിനനുസരിച്ചാണ് ഓരോരോ ശരീരങ്ങൾ സ്വീകരിക്കുന്നത്. ചാൾസ് ഡാർവിൻ ഒരിക്കലും 84 ലക്ഷം ജീവജാലങ്ങൾ ഉണ്ടെന്ന് പോലും അദ്ദേഹത്തിന് അറിഞ്ഞില്ലായിരിക്കും. പക്ഷെ നമ്മുടെ വേദങ്ങളിൽ 84 ലക്ഷം ജീവജാലങ്ങളുണ്ട്. അതെല്ലാം അവബോധത്തിനനുസരിച്ചാണ് ഉണ്ടാകുന്നത്. മനുഷ്യ ശരീരം കിട്ടുന്നത് നമ്മുടെ അവബോധം, ദേവശരീരം കിട്ടുന്നത് നമ്മുടെ അവബോധം, ഇവൻ നമ്മുടെ സ്വതസിദ്ധമായിട്ടുള്ള ആത്മീയ ശരീരം കിട്ടുന്നത് നമ്മുടെ അവബോധത്തിലാണ്. ആ സ്വതസിദ്ധമായിട്ടുള്ള ആത്മീയ ശരീരം കിട്ടണമെങ്കിൽ വൈകുണ്ഠ ലോകത്തിലേക്ക് നമുക്ക് ഒരു ശരീരം കിട്ടാൻ പ്രാപ്തമാക്കുന്നത്, അതിന് കാരണമാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. ഒരു മഹാപ്രഭു വന്നിട്ട് നമ്മളെ ഈ അവബോധത്തിനെ മാറ്റുക, കൃഷ്ണാവബോധമാക്കുക. ആ അവബോധമായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജനന മരണ ചക്രത്തിൽപ്പെട്ടോ ഉഴലേണ്ട യാതൊരു ആവശ്യമില്ല. എവിടേക്ക് പോകാം? ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാം. അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഒരു മഹാപ്രഭു പറഞ്ഞു തന്നത്, ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നത് ഇതാണ്, നമ്മുടെ അവബോധം മാറ്റി. അതിനു വേണ്ടിയിട്ട് എപ്പോഴും ഭഗവാന്റെ നാമ രൂപ ലീല ഗുണാദികൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ട് ഭഗവാന്റെ നാമം എപ്പോഴും ജപിക്കാൻ പറയുന്നത്? സതതം കീർത്തയന്തോമം. എന്തുകൊണ്ട് എപ്പോഴും ഭഗവാന്റെ മഹിമകൾ എപ്പോഴും ശ്രവിക്കാൻ പറയുന്നത്? കാര്യം ഭഗവാന്റെ നാമം രൂപം ലീല ഗുണാദി വർണ്ണനകൾ നമ്മൾ നടത്തുമ്പോൾ ഭഗവാനുമായിട്ട് സംസർഗത്തിൽ നമ്മൾ ഏർപ്പെടും. ഭഗവാനുമായി സംസർഗത്തിൽ ഏർപ്പെടുമ്പോൾ ഭഗവാൻ ധാമത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹം ഉണ്ടാകും. പിന്നെ ഈ ഭൗതിക ലോകത്തിൽ നമുക്ക് വിരക്തി ഉണ്ടാകും. ഭൗതിക ലോകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പോയാൽ മതി. കാര്യം ഭൗതിക ലോകം ഇവിടെ ദുഃഖപൂർണ്ണമാണ്. എത്ര മൃത്യു പരസ്പരം ഇവിടെ എപ്പോഴും പറയുന്നത്, എല്ലാവരും ഇവിടെ മൃത്യുവിന്റെ കരാളഗ്രസത്തിലാണ് എല്ലാവരും. ഇവിടെ ഒരിക്കലും ഒരു സുഖമെന്ന് പറയുന്നതേ ഇല്ല. അപ്പോൾ ആ യഥാർത്ഥ സുഖം, ഈ ദുഃഖത്തിൽ നിന്ന് യഥാർത്ഥ സുഖം കിട്ടണമെങ്കിൽ നമ്മുടെ കോൺഷ്യസിലും പരിവർത്തനം സംഭവിക്കും. ഇതെല്ലാം താൽക്കാലികമായ ഒരു ഗ്രഹമാണ്. എന്റെ യഥാർത്ഥ വസതി ഭഗവത് ധാമമാണ്. ആ ധാമത്തിലേക്ക് പോകാൻ വേണ്ടി നമ്മുടെ കോൺഷ്യസിനെ പരിവർത്തനം ചെയ്യും. അതാണ് എല്ലാ ലക്ഷ്യം. മഹാപ്രഭുവിന്റെ അവതാരം അതാണ്. മായാവാദി സന്യാസികള് അവരുടെ അവബോധം വേറെ ഒന്നായിരുന്നു. എല്ലാവരും നാരായണൻ, ഞാനും നാരായണൻ, നിങ്ങളും നാരായണൻ, എല്ലാവരും നാരായണൻ. ഈ അടുത്ത കാലത്തായിട്ട് ഒരു നമ്മുടെ IPS ഓഫീസറായിട്ടിരുന്ന ശ്രീജിത്ത് എന്നാണെന്ന് തോന്നുന്നത് ഇതിന്റെ പേര്, എല്ലാവർക്കും പരിചയമാണ്. പേര് എനിക്ക് അത്ര ഓർമ്മയില്ല. അദ്ദേഹം ഗുരുവായൂർ ഭാഗവത സപ്താഹത്തിന് അദ്ദേഹത്തിന് ക്ഷണിച്ചിട്ട് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തി. അപ്പോൾ ഇദ്ദേഹം വലിയ IPS ഓഫീസറൊക്കെ അല്ലേ, അതുമല്ല കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയൊരു ഓഫീസർ. നമ്മുടെ ഈ എന്താണ് ശബരിമല പ്രശ്നത്തിലൊക്കെ അദ്ദേഹം അതിന്റെ ഇൻചാർജ് ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഫോട്ടോ കിട്ടുന്നത് പേരെനിക്ക് ഇതാണെന്ന് എനിക്ക് ഓർമ്മ തോന്നുന്നു. ശ്രീജിത്ത് അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ ഭാഗവത ക്ലാസ് ഇങ്ങനെ ചെറുതായി കുറച്ച് കേൾക്കാനുണ്ടായി. ആ ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നത് ബ്രഹ്മം, നിങ്ങൾ ഈ ദേവാലയം എന്ന് പറഞ്ഞൊന്നും ഇല്ല, ക്ഷേത്രം എന്ന് പറഞ്ഞത് അത് ശരിയാണ്, ക്ഷേത്രത്തിന്റെ നിർവചനം കൊള്ളാം. പക്ഷെ ബാക്കി എല്ലാം പറയുന്നത് ബ്രഹ്മമാണ്. ഞാൻ ഈശ്വരൻ എന്ന് പറയുന്ന ഒരു വ്യത്യസ്തമായിട്ടൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഈശ്വരൻ. അതായത് അദ്ദേഹം ഈ ശ്രീരാമ പരമകൃഷ്ണ അദ്ദേഹത്തിന്റെ ഒരു തത്വമൊക്കെ പറയുന്നു. ഉപ്പിലുണ്ടാക്കിയ ഒരു രൂപം കടലിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിന്റെ ആഴം എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതുപോലെയാണ് നമ്മളെല്ലാവരും ബ്രഹ്മമായി അവസാനം മാറുകയാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം ബ്രഹ്മമാണ്. ഈ ബ്രഹ്മം എന്നല്ലാതെ വേറെ ഒരു വാക്കും. അവിടെ ഭാഗവതത്തിനെ സ്തുതിക്കേണ്ട ആള് ഭഗവാൻ ഗുരുവായൂരപ്പനെ സ്തുതിക്കുന്നതിന് പകരം ഈ ബ്രഹ്മമാണ്. അപ്പൊ ഇങ്ങനെ ബ്രഹ്മമാണെങ്കിൽ പിന്നെ എന്താണ് ആവശ്യം? ഭഗവാൻ ഇങ്ങനെ അവതരിക്കേണ്ട ആവശ്യം എന്താണ്?
ഭഗവാൻ കുരൂരമ്മയെ സഹായിച്ചത് എന്തിനാണ്? ഭഗവാൻ പൂന്താനത്തിന് സഹായിച്ചത് അങ്ങനെ ആ ഭഗവാൻ വന്നിങ്ങനെ എടുത്തില്ലേ, എല്ലാവരും ഭക്തന്മാരെ സഹായിച്ചില്ലേ. ഇപ്പൊ നമ്മൾ ഈശ്വരനാണെങ്കിൽ പിന്നെ എങ്ങനെ നമുക്ക് പറ്റും? അല്ല, നമ്മൾ ഈശ്വരനാണെങ്കിൽ നമുക്ക് ഒരു ആരാധനയുടെ ആവശ്യം ഇങ്ങനെയാണ് പറയുന്നത്. നമ്മൾ ഈശ്വരനാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനു മരിക്കണം? നമ്മുടെ ശരീരങ്ങൾ ഇങ്ങനെ വ്യത്യസ്തപ്പെട്ട് പല രീതിയിലുള്ള പല ജനന വാർദ്ധക്യ മൃത്യുവിലേക്ക് പോകുന്നത് എന്തിനാണ്? രോഗാവസ്ഥയിലാവുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. ഞങ്ങളെല്ലാം ഈശ്വരനല്ലേ, നാരായണനല്ലേ. അപ്പൊ എല്ലാവരും ഈ തത്വങ്ങൾ ഈ അദ്വൈതത്തിൽ അങ്ങനെ പ്രബലമായിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ഭഗവാന്റെ മഹിമകൾ പറഞ്ഞ് ജനങ്ങളെ ശരിക്കും കൃഷ്ണാവബോധത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പകരം അവരെല്ലാം ഈ ബ്രഹ്മം 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 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്രമേണ അതുവരെ അവരെല്ലാവരും എന്താണ്? നിരീശ്വരവാദികളായിട്ട് മാറും, നിരീശ്വരത്തിലേക്ക് പോകും, ആ ഒരു രീതിയിലേക്ക് പോകും. അപ്പോഴേ നമുക്ക് കേരളത്തിൽ തന്നെ ഇങ്ങനെ ആളുകൾ ഉണ്ടെങ്കിൽ പോലും അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ വളരെ ഇതാണെങ്കിൽ പോലും അവർ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഈ അദ്വൈതം പറഞ്ഞ് എന്ത് ചെയ്യില്ലാതെ. ഇപ്പൊ മഹാപ്രഭു വന്നിട്ട് ഈ ഇതുപോലുള്ള മായാവാദി എന്താണ് അദ്വൈതവാദികളായിരുന്നവരെല്ലാവരും അവരെല്ലാവരും മഹാപ്രഭു മാറ്റിയിട്ട് അവരെല്ലാവരും എന്ത് ചെയ്തു? കൃഷ്ണഭക്തിയിലേക്ക് കൊണ്ടുപോകും. ഇതാണ് നമ്മുടെ ഈ ചൈതന്യപ്രഭു ഇന്ന് തിരു അവതാര ദിവസമാണ്. ആ മഹാപ്രഭുവിന്റെ അവതാര ദിനത്തിൽ നമ്മുടെ കോൺഷ്യസിനെ നമ്മൾ മാറ്റണം. ഏത് കോൺഷ്യസിലേക്ക്? കൃഷ്ണാവബോധത്തിലേക്ക്, തിരിച്ചു ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആ കോൺഷ്യസിലേക്ക് പരിവർത്തനം ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഉത്തരയും പറയുന്നത്. നമ്മളെല്ലാവരും ഇവിടെ ആർക്കും നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റില്ല. എല്ലാവരും മൃത്യുവിന്റെ കരങ്ങളിലാണ്. ആർക്കും രക്ഷാൻ പറ്റും. ഭാര്യ, പുത്ര, കളത്രാദികൾ, നമ്മുടെ ശരീരം ഒന്നും രക്ഷപ്പെടുത്താൻ പറ്റില്ല. രക്ഷപ്പെടുത്താൻ പറ്റുന്നത് ഭഗവാൻ മാത്രം. അഹം സംധൃത മൃത്യു സംസാര സാഗരം. ഈ സംസാര സാഗരത്തിന് രക്ഷപ്പെടുത്താൻ ഭഗവാന് മാത്രമേ കഴിയുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചിരിക്കുന്നത്, നമ്മുടെ അവബോധം മാറ്റുന്നതിലേക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം രൂപഗോസ്വാമി, സനാതന ഗോസ്വാമി, ആ വരുന്ന പരമ്പരകളെല്ലാം ചില പ്രഭുപാദും നമ്മുടെ ഇപ്പോഴത്തെ വർത്തമാന ഗുരുക്കന്മാരെല്ലാവരെയും ലക്ഷ്യം നമ്മുടെ അവബോധത്തിന് മാറ്റുക, പരിണാമം സംഭവിപ്പിക്കുക. ആ പരിണാമം സംഭവിച്ച് നമ്മൾ എന്ത് ചെയ്യുക? പരിണാമം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് എന്താ, നമ്മൾ ഈ ജീവിതത്തിൽ തന്നെ, നമ്മൾ വർത്തമാന ജീവിതത്തിൽ തന്നെ നമ്മുടെ കോൺഷ്യസ് പരിശുദ്ധമായി കഴിഞ്ഞാൽ നമുക്ക് ഭഗവാന്റെ ലോകത്ത് പരിശുദ്ധമായ ആ ധാമത്തിലേക്ക് എത്തിച്ചേരാം. അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും പല രീതിയിലുള്ള സമയം എടുക്കേണ്ടതായിട്ട്. ഹരേ കൃഷ്ണ. എന്റെ വാക്കുകളുടെ ഉപസംഹരിക്കുന്നു. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ നമുക്ക് ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതായത് ഈ ഹരേ കൃഷ്ണ. അതായത് ചൈതന്യ ചരിതാമൃതത്തിലെ മധ്യലീല 17-ാം അധ്യായത്തിൽ 2-3 ശ്ലോകം ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. അതായത് മായാവാദി, ഞാൻ ശ്ലോകം പറയുന്നില്ല, അർത്ഥം പറയാം. മായാവാദികൾ മഹാ അപരാധികളും നാസ്തിക തത്വജ്ഞാനികളും ആയതിനാൽ അവരുടെ മുഖത്തുനിന്ന് കൃഷ്ണന്റെ ദിവ്യനാമം പുറത്തേക്ക് വരില്ല. ചൈതന്യ മഹാപ്രഭുവിന്റെ ഇതിൽ പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, കാശി നഗരത്തിൽ എന്റെ ഹർഷോന്മാദ വികാരങ്ങൾ വിൽക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ ആവശ്യക്കാരെ കണ്ടെത്താൻ എനിക്ക് കഴിയുന്നില്ല. വിറ്റഴിയാത്ത പക്ഷം എനിക്ക് അവ ഭവനത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകണം. അങ്ങനെ ഒരു ശ്ലോകം പറയുന്നു. പിന്നെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്, ഈ നഗരത്തിൽ വിൽക്കാൻ വേണ്ടി ഞാനൊരു ഭാരിച്ച ചുമട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് തിരിച്ചു കൊണ്ടുപോവുക എന്നത് വിഷമകരമായ ഒരു ജോലിയാണ്. അതുകൊണ്ട് അതിൻ്റെ മൂല്യത്തിന്റെ ചെറിയ ഒരു അംശമെങ്കിലും എനിക്ക് ലഭിച്ചാൽ ഞാനത് ഈ കാശീപുരത്തിൽ വിൽക്കും. അതിന് പർപ്പോട്ടിൽ പ്രഭുപാദർ പറയുന്ന അർത്ഥം എന്തോന്നറിയാമോ? ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ വിൽപ്പന വസ്തു വളരെ ഭാരമേറിയതായി, അതുകൊണ്ട് കാശിയിൽ പരിശുദ്ധരായ ഭക്തന്മാർ ഇല്ലാതിരുന്നെങ്കിലും ഹരേ കൃഷ്ണ മഹാമന്ത്രം ഉച്ചരിക്കാൻ അല്പമെങ്കിലും താല്പര്യമുള്ള ആരെങ്കിലും ഉള്ള പക്ഷം ശരിയായ വില ലഭിച്ചില്ലെങ്കിൽ പോലും ഞാൻ ഈ ഭാരിച്ച ചുമട് ഇവിടെ അവർക്ക് നൽകുമെന്ന് ഭഗവാൻ പ്രസ്താവിച്ചു. അതിനൊരു അവസരം എവിടെ കിട്ടിയെന്നാണ് പ്രഭുപാദർ പറയുന്ന, പാശ്ചാത്യ നാടുകളിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനം പ്രചരിപ്പിക്കാൻ വന്നപ്പോൾ ഞങ്ങൾക്കത് അനുഭവപ്പെടുകയുണ്ടായി. 1965 ന്യൂയോർക്കിൽ വന്നപ്പോൾ ഈ രാജ്യത്ത് ഹരേ കൃഷ്ണ മഹാമന്ത്രം സ്വീകരിക്കപ്പെടുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിരുന്നാലും ന്യൂയോർക്കിലെ ഒരു കടമുറിയിൽ ഞങ്ങൾ നടത്തിയിരുന്ന ഹരേ കൃഷ്ണ കീർത്തനത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ഞങ്ങളുടെ കീർത്തനത്തിൽ പങ്കുകൊണ്ടതിനാൽ ഭാഗ്യവാന്മാരായ യുവജനങ്ങൾ കൃഷ്ണബോധവാന്മാരായിത്തീരുകയും ചെയ്തു. ഈ ദൗത്യം നിസ്സാരമായ മൂലധനത്തിലാണ് ആരംഭിച്ചതെങ്കിലും ഇപ്പോൾ സുഗമമായി മുന്നോട്ട് പോകുന്നു. എന്നിട്ടും പറയുന്നുണ്ട്, പാശ്ചാത്യ രാജ്യങ്ങളിൽ ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ വ്യാപനം വിജയകരമായി. എന്തുകൊണ്ടെന്നാൽ യുവജനങ്ങൾ അപരാധികളായിരുന്നില്ല,
ഈ പ്രസ്ഥാനത്തിൽ ചേർന്ന യുവജനങ്ങൾ വളരെ പരിശുദ്ധരോ ഉന്നതരോ വൈദിക ജ്ഞാനികളോ ആയിരുന്നില്ല. പക്ഷെ അവർ അപരാധികളല്ലാതിരുന്നതിനാൽ അവർക്ക് ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യം അംഗീകരിക്കാൻ കഴിഞ്ഞു. നല്ല വിവരണം പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരിബോൾ. ഹരിബോൾ. അതാണ് മായാവാദി കൃഷ്ണ അപരാധി എന്ന് പറഞ്ഞാൽ. അപരാധ ഭഗവാന്റെ മേലെ അപരാധം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവർക്ക് ഉയരാൻ വളരെയധികം പാടായിരിക്കും. എന്നാൽ ഒരു അദ്ദേഹത്തിന് ഒരു ശിഷ്യൻ അവിടെ ഉണ്ടായിരുന്നു, മായാവതി. എന്തിന് ചന്ദ്രശേഖരൻ എന്നെന്തോ പറയുന്നത്. അദ്ദേഹം പറയുന്നു, എന്റെ കഴിഞ്ഞകാല പ്രവൃത്തികൾ മൂലം ഞാൻ വാരണാസിയിൽ വസിക്കുന്നു. പക്ഷെ ഇവിടെ മായ, ബ്രഹ്മ എന്ന വാക്കുകളല്ല മറ്റൊന്നും ഞാൻ കേൾക്കുന്നില്ല. അദ്ദേഹം രക്ഷപ്പെടുന്നുണ്ട്, അത് ഇതിൽ പറയുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പിന്നെ ഇന്ന് ഫെസ്റ്റിവൽ അല്ലേ, ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞോ? നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ. ക്ലോസ് ചെയ്യട്ടോ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഇന്നത്തെ ദിവസം തന്നെ മഹാപ്രഭുവിനെ കുറിച്ചുള്ള കഥ കേട്ടതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ പ്രഭു, ഒരു സംശയം. ആത്മീയ ലോകത്തില് ആത്മീയ ശരീരത്തിന് വിശപ്പും ദാഹവും ഒന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. പിന്നെ എന്തിനാ അവിടെ കൽപ്പവൃക്ഷവും കാമധേനു പശുക്കളും ഒക്കെ? നല്ലൊരു ചോദ്യമാണ് മാതാജി. പക്ഷെ നമുക്ക് അവിടെ ഈ ടേസ്റ്റുകളും ഇതെല്ലാം അനുഭവിക്കാൻ പറ്റും. നമുക്ക് എന്താണ് അവിടെ നമുക്ക് ആസ്വാദനം ചെയ്യാനുള്ളത് ഉണ്ടാവും. പക്ഷെ നമ്മുടെ അത് ഇപ്പം പാലും അവിടുത്തെ ഫ്രൂട്ട്സുകൾ കഴിച്ച് നമ്മുടെ ശരീരത്തിന് അഭിവൃദ്ധിപ്പെടുത്തുന്ന ആ പ്രോസസ് ഇല്ല. പക്ഷെ അതെല്ലാം നമുക്ക് അനുഭവിച്ച് ആ രുചി നമുക്ക് അനുഭവിക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അത് മാത്രം നമുക്ക് എല്ലാത്തിന്റെ ആ രുചി, ടേസ്റ്റ്, അതിലുണ്ടാകുന്ന ഒരു ആനന്ദം അനുഭവിക്കണം. ഇപ്പം പാല് കുടിക്കുമ്പോഴത്തെ അതിലൊരു ആനന്ദം ഉണ്ടാകും. ഇപ്പൊ ഫ്രൂട്ട്സ് കഴിക്കുമ്പോൾ അതിലുള്ള ഒരു ആനന്ദം ഉണ്ട്. ഈ ആനന്ദം മാത്രം നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലാണ് അവിടുത്തെ എല്ലാ വിഭവങ്ങളും ഉള്ളത്. നമ്മൾ സാധാരണ ഇവിടെ ആപ്പിള്, ഇവിടെ ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അവിടെ അങ്ങനെയല്ല. എല്ലാ വസ്തുക്കളിൽ നിന്നുള്ള ആനന്ദം അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ശരീരം. അതിനാണ് അവിടുത്തെ പ്രത്യേകത. ശരി, ആത്മീയ ശരീരത്തിന് ആനന്ദം കിട്ടാൻ വേണ്ടിയുള്ളത്. അവിടെ ശരിക്കും നമുക്ക് ആനന്ദം എന്നുള്ളതല്ല. അവിടെ ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞത് തന്നെ തെറ്റാണ്. അവിടെ എല്ലാം ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടിയിട്ടാണ്. എല്ലാവരും ഭഗവാനെ തൃപ്തിപ്പെടും. അവിടെ ഇപ്പം എന്ന് പറയുന്നത് ദ്രവ്യം എന്ന് പറഞ്ഞ ഒരു സംഗതി ഇല്ല. അവിടെ എല്ലാം ആത്മീയമാണ്. ഇപ്പം നമ്മളിപ്പോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഭഗവാന്റെ സേവയ്ക്ക് വേണ്ടി, ഇപ്പൊ ഭഗവാൻ നടന്നു വരികയാണ്. ഭഗവാൻ നടന്നു വരുമ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരു മുക്താത്മാവാണ്, അവിടുത്തെ ആത്മീയ ശരീരമുള്ള ഒരാളാണെങ്കിൽ ഞാൻ ഉടനെ വിചാരിക്കും ഭഗവാൻ നടന്നു വരുന്ന ആ പാദത്തിന്റെ അടിയിൽ ഒരു പുഷ്പമാകാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഉടനെ ഞാൻ അത് പുഷ്പമായി മാറും. പുഷ്പമായിട്ട് മാറിയിട്ട് ഭഗവാന്റെ പാദത്തിനടിയിൽ ഞാൻ ചെന്ന് നിൽക്കും. അപ്പോഴേ എന്റെ ആ ഒരു ശരീരത്തിൽ കൂടി ഭഗവാന്റെ പാദം ഇങ്ങനെ സ്പർശിച്ചു പോകും. ചിലപ്പോൾ വിചാരിക്കും എനിക്കൊരു ചാമരമായിട്ട് നിന്നിട്ട് ഭഗവാനെ വീശാം എന്ന് വിചാരിക്കും. അങ്ങനെ ഉടനെ ചാമരമാകും. അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും, അല്ലെങ്കിൽ അവിടുത്തെ ജീവാത്മാക്കൾ വിചാരിക്കും എനിക്ക് ഭഗവാന്റെ ശരീരത്തിലൂടെ തട്ടിപ്പോകുന്ന നല്ല മന്ദമാരുതനാകണം. അങ്ങനെ ആകുമ്പോൾ ഉടനെ നമ്മൾ ആ ശരീരം സ്വീകരിക്കും. എപ്പോഴും അവിടെയുള്ള ജീവാത്മാക്കളുടെ പ്രത്യേകത ഭഗവാനെ സേവ ചെയ്യണമെന്നുള്ളതാണ്. അപ്പോഴെല്ലാം അവിടെ ഓരോരുത്തർക്കും നമ്മൾ ഒരു പ്രത്യേക ശരീരം മാത്രമായിരിക്കില്ല. നമുക്ക് ഭഗവാനെ സേവ ചെയ്യുന്നതിലേക്ക് വേണ്ടി പല രൂപങ്ങളും പല രീതിയിലും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ രീതിയിലുള്ള ആനന്ദം ഭഗവാൻ അങ്ങനെ അനുഭവിക്കുമ്പോൾ ആ ആനന്ദം നേരെ തന്നെ ആ ജീവാത്മാവിനും കിട്ടും. അതിനാൽ ജീവാത്മാക്കളും വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പൊ ഭഗവാൻ ഇപ്പം നല്ല വിഭവങ്ങൾ, അവിടെ നല്ല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ ഭഗവാന് വേണ്ടിയിട്ട് വിഭവങ്ങൾ ഉണ്ടാക്കും. ആ വിഭവങ്ങൾ ഭഗവാൻ കഴിക്കുമ്പോഴത്തേക്ക് അവർ തിരിച്ച് അവിടുത്തെ ജീവാത്മാക്കൾക്കും ആനന്ദം ഉണ്ടാകും. ആ രീതിയിലുള്ള ഒരു പ്രോത്സാഹനം. ഭഗവാൻ എന്ത് സേവ ചെയ്യുമോ ആ സേവ ചെയ്യുമ്പോൾ ജീവാത്മാക്കൾക്ക് ഭഗവാൻ സന്തോഷമാകും. അതിനെക്കാട്ടി ഇരട്ടി സന്തോഷം ആർക്ക് കിട്ടും? അവിടെയുള്ള മുക്താത്മാക്കൾക്ക് കിട്ടും. അങ്ങനെ ആ രീതിയിലുള്ളതാണ്. നമുക്കതിനെ വളരെയധികം ഈ ശാസ്ത്രങ്ങളിലും ഇവിടെ നമ്മുടെ ഗ്രന്ഥങ്ങൾ പറഞ്ഞിരിക്കുന്ന രീതിയിലേ പറ്റുള്ളൂ. ഇതെല്ലാം നമുക്ക് അനുഭവവേദ്യമാണെങ്കിൽ നമ്മൾ സ്വയമേ ആ ലോകത്തിൽ പോയാൽ എന്താണ് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുക.
രൂപ ഗോസ്വാമി, സനാതന ഗോസ്വാമിയുടെയും ആധികാരിക ഗ്രന്ഥങ്ങൾ കൂടുതൽ പഠിച്ചു കഴിഞ്ഞാലും നമുക്ക് ചെറിയ ചെറിയ വിവരങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. അത്രേ ഉള്ളൂ. ഓക്കെ പ്രഭു, ഹരേ കൃഷ്ണ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, ലീവ് ആവട്ടെ പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ ക്ലാസ്. നന്ദി പ്രഭുജി, നന്ദി. ഇനി നമുക്ക് ഉടനെ പ്രോഗ്രാം മനോഹരമായ ക്ലാസ് വേണം. ഒരു അനൗൺസ്മെന്റ് കൂടെ ഞാൻ പറഞ്ഞോട്ടെ പ്രഭുജി. ശരി പ്രഭു, തീർച്ചയായും. താങ്ക് യു. നമ്മുടെ കൂടെ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് നമ്മളെല്ലാം ചൈതന്യ ചരിതാമൃതത്തിന്റെ ഭക്തിയിൽ ആരാധിച്ചിരുന്ന പ്രിയപ്പെട്ട സുകീർത്തി പ്രഭു ഇന്നലെ രാവിലെ ശരീരോപേക്ഷിച്ചു. നമുക്ക് വളരെ വേദനാജനകമായ ഒരു സിറ്റുവേഷൻ ആണ്. ശരിക്കും ഇന്നലത്തെ ക്ലാസ് ഷെഡ്യൂൾ പ്രകാരം ഇന്നലത്തെ ക്ലാസ് സുകീർത്തി പ്രഭുവിന്റെ ക്ലാസ് ആയിരുന്നു വൈകുന്നേരം. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അദ്ദേഹം ശരീരോപേക്ഷിച്ചു പോയി. അപ്പോ അദ്ദേഹത്തിന്റെ മറ്റു മരണാനന്തര ചടങ്ങും കാര്യങ്ങളെല്ലാം ഇന്നാണ് വെച്ചിരിക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി ഇന്നൊരു ദിവസം ഗൗരവപൂർണ്ണതയാണ്. അപ്പൊ എല്ലാവരും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിന് ഭഗവാൻ എല്ലാ അനുഗ്രഹങ്ങളും കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി ഹരേ കൃഷ്ണ മഹാമന്ത്രം ഈ അവസരത്തിൽ പറഞ്ഞു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ 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 രാമ ഹരേ രാമ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ ഹരേ. ധനപ്രണാം. നന്ദി ബ്രോ, വളരെ മനോഹരമായ ക്ലാസ്. താങ്ക് യു. ഭരതമാജി അങ്ങാണ് ഹോസ്റ്റ്. ഒന്ന് എന്ത് ചെയ്തോക്കെ മാജി പ്ലീസ്. ചെയ്തോളൂ മാജി പ്ലീസ്.